അനുകരിച്ച് സ്വന്തം ശബ്ദം വരുന്നില്ല. ഓഹോ, അപ്പൊ താൻ ആ നക്കി പാരപ്പിളയുടെ വീട്ടിലും പോയി കാണും. അത് അവന്റെ ശബ്ദത്തിന്റെ ചൊവ്വ. അപ്പൊ വരട്ടെ. ചെല്ല് ചെല്ല്. അതെ, വരണ മകനെ, എന്റെ അപ്പനാ പാരപ്പിള്ള. ആ പ്രതിമ ഒന്ന് കളയാൻ വേണ്ടി ഈ ഇളവൻ വട്ടം കിടക്കി നടക്കുകയായിരുന്നു. അത് കയ്യിൽ നിന്നെടുത്ത് കളഞ്ഞപ്പോ ആവശ്യക്കാരൻ ചാക്കുമായിട്ട് വരുന്നു. ഭഗവാനെ ഭക്തവത്സല, എല്ലാം നിന്റെ മായ. ഇവിടെ പ്രതിമയില്ല. വേണേ 2 പട്ടിയെ തരാം. വേണ്ട, ഒന്നാമത് പട്ടി നമുക്ക് ഹറാമാണ്. അതുമല്ല, കാശ് കൊടുത്ത് കളിക്കുന്ന പട്ടി ആരെങ്കിലും പേടിക്കും. നമുക്ക് പ്രതിമ മതി. നിങ്ങൾ ഈ പറയുന്ന എണ്ണം കെട്ട പ്രതിമ എന്റെ ഡ്രൈവർ ഓമനക്കുട്ട കൊണ്ടുപോയിരിക്കുക. പിന്നെ ഇത്രയും കാലമായിട്ടും അവൻ ഈ വഴി വന്നിട്ടില്ല. ഇനി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുവല്ല എടുത്തിരിക്കുകയാണോ ഒരു പിടിയില്ല. ഈ ഓമനക്കുട്ടിൽ എങ്ങനെ ഇരിക്കും? കസേരയിലിരിക്കും. അതല്ല പട്ടി മേനോനെ, അയാളെ കണ്ടാൽ ആരെ പോലെ ഇരിക്കുമെന്നാ നമ്മൾ ചോദിച്ചത്. എന്റെ 2ാമത്തെ കുട്ടി കിടക്കുന്ന ഡോർമേനില്ലേ, അവന്റെ ഛായയാണ് അയാൾക്ക്. ഓ ക്ഷമിക്കണം, എനിക്ക് പട്ടിക്ക് പാല് കൊടുക്കാൻ സമയമായി. വരട്ടെ. എന്റെ ഗുരുവായൂർ, അല്ലോ, ആ ഓമനക്കുട്ടനെ എവിടെ പോയി തപ്പുവോ എന്തോ. കടക്കാരൻ മരിച്ച ലക്ഷണമാണ്. ആ ഹലോ ചേട്ടാ. വരുന്നു. ഒരു പാക്കറ്റ്